എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും വെൽക്കം. ഇന്ന് ഞാൻ മൈഗ്രെയിൻ നമുക്ക് എങ്ങനെ മാറ്റാം, ചെറിയൊരു ആശ്വാസം അത്രേ ഉള്ളൂ കേട്ടോ. അതിന് ഒരു ചെറിയൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഉണ്ടായാൽ തന്നെ നമുക്ക് തലയ്ക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ്, തലയ്ക്ക് നല്ല ഭാരമാണ്. അതുപോലെ വെട്ടം നമുക്ക് ഒത്തിരി പറ്റത്തില്ല, അതുപോലെ ഒച്ച കേൾക്കാൻ പറ്റത്തില്ല, പിന്നെ ഛർദ്ദിക്കും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഈ മൈഗ്രെയിൻ മൂലം ഉണ്ടാകാറുണ്ട്. തലയ്ക്ക് ഭയങ്കര ഇത് വന്നതിന് തലയ്ക്ക് ഭയങ്കര ഭാരമാണ്. അതുപോലെ നമ്മുടെ കണ്ണ്, വലത് കണ്ണിന് ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കഴയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ വലത് കണ്ണിനാണ് ആദ്യം തന്നെ നമുക്ക് തോന്നുന്നത്. നമുക്ക് കണ്ണ് തോന്നുമ്പം തന്നെ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് തലയ്ക്ക് ഭയങ്കര പ്രശ്നമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെയാണ് രാവിലെ വരുന്നത്. അപ്പോൾ കുറേ നാളത്തെ ചെറിയ ഈ ഒറ്റമൂലി ചികിത്സകൾ കൊണ്ട് ചെറിയൊരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. അതിന് ചെറിയൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് പൂർണ്ണമായിട്ടും മാറ്റിത്തരൂ എന്നല്ല പറയുന്നത്. നമുക്ക് ചെറിയൊരു ആശ്വാസം എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ തുളസിയില കൊണ്ട് നമുക്ക് ചെറിയൊരു മരുന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. തുളസിയില സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ നാഡികളെ ശമിപ്പിക്കാനുള്ള ഗുണമുണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായകമാണ്. സൈനസൈറ്റിസ്, തണുപ്പ് മൂലമുള്ള തലവേദന ചിലർക്ക് ആശ്വാസം കിട്ടും. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 8-10 തുളസിയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചായയായി നമുക്ക് കുടിക്കാൻ പറ്റും. അതുപോലെ 2-3 ഇലയെടുത്ത് ചവച്ചരച്ച് കഴിക്കാനും പറ്റും. പിന്നെ തലവേദന അതിശക്തമായ കഠിനമായാൽ തുളസിയില അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ഇട്ട് തിളപ്പിച്ച് നമുക്ക് ചെറിയൊരു ടീ ആയിട്ട് നമുക്ക് കുടിക്കാം. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഗ്രീൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഭക്ഷണം, ഉറക്കം, സ്ട്രെസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. വേദന കൂടുതൽ പതിവായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക തന്നെ വേണം. ഇതുകൊണ്ട് തന്നെ ഇരിക്കുക ചെയ്യരുത്. മൈഗ്രെയിൻ കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഭക്ഷണം, ലൈഫ് സ്റ്റൈല് എന്നിവയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്കറികൾ കഴിക്കുക, അതുപോലെ ചീര, മുരിങ്ങയില, പിന്നെ പഴവർഗ്ഗങ്ങൾ, പപ്പായ, വാഴപ്പഴം, ആപ്പിള് എന്നിവ ഇങ്ങനെ കഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം നല്ലപോലെ കുടിക്കുക. ദേഹത്തിലെ വെള്ളത്തിൻ്റെ കുറവ് തലവേദന കൂട്ടാനായി സഹായിക്കുന്നു. അതുകൊണ്ട് പരമാവധി നമ്മൾ വെള്ളം കുടിക്കണം. മഗ്നീഷ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നട്ട്സ്, വിത്തുകൾ അങ്ങനെയുള്ളത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇളം ചൂടുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, അധികം കാപ്പി ഉപയോഗിക്കാതിരിക്കുക. ചായ, ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്തത്, ചോക്ലേറ്റ്, ബേക്കറി സാധനങ്ങൾ, പാക്കറ്റ് ഫുഡുകൾ, ദീർഘനേരം വിശപ്പോടെ ഇരിക്കുക. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ലൈഫ് സ്റ്റൈൽ, ദിവസം 7-8 മണിക്കൂർ ഉറക്കം വേണം. അധികം മൊബൈൽ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. സ്ട്രെസ് കുറയ്ക്കുക. അതുപോലെ തന്നെ രാവിലെ സൂര്യപ്രകാശം കുറച്ച് സമയം ലഭിക്കുക. ഒത്തിരി സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക, അത് വെയിൽ ഒത്തിരി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് തുളസി ചായ ഇട്ട് ഒരു പ്രാവശ്യം എങ്ങനെ കുടിക്കാം. ഇഞ്ചി ചായ തലവേദന ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യുക. തണുത്ത തുണി നെറ്റിയിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ കസ്റ്റൽ ഓയിൽ, അതുപോലെ വെളിച്ചെണ്ണ നെറ്റിയിൽ മൃദുവായി മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മൾ അല്ലാതെ പെർഫ്യൂംസിൻ്റെ അങ്ങനെയുള്ള മണങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ കൂടുതലായിട്ട് 2-3 ആഴ്ച കൂടുതലായിട്ട് വന്നാൽ ഡോക്ടറെ എന്തായാലും നിർബന്ധമായിട്ടും കാണണം. മങ്ങൽ, കയ്യിലോ കാലിലോ നിച്ചലോ ഉണ്ടെങ്കിൽ, അതിങ്ങനെ ഒരു കണ്ണിലൊക്കെ മങ്ങൽ അങ്ങനെയൊക്കെ വന്നാലും മരുന്നില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടേ മതിയാവും. ചെറിയൊരു ശമനത്തിനായിട്ടുള്ള ചെറിയൊരു മരുന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൂട്ടുകാരുടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ, ബൈ.